അടുത്ത 100 ആഴ്ചകളിൽ ലഹരിമുക്ത പ്രചാരണവുമായി തുടർച്ചയായി മുന്നോട്ടു പോകാൻ ആഹ്വാനം ചെയ്ത പ്രധാനമന്ത്രി വികസിത് ഭാരത് സങ്കൽപ് അഭിയാനിന്റെ ഭാഗമായ ലഹരിമുക്ത് യുവ പദ്ധതിയുടെ ഉദ്ഘാടനത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ലഹരിമുക്ത പ്രതിജ്ഞയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൊല്ലി. ഓരോ ഞായറാഴ്ചകളിലും ലഹരിമുക്ത ഭാരതത്തിനായി ഓരോ ചുവടുകൾ വെക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. കൂട്ടായ പ്രവർത്തനത്തിൽ വലിയ ശക്തിയുണ്ട്. ആ ശക്തിയിൽ തന്നെ പ്രചോദിതരായി ഈ പ്രചാരണം ഇന്ന് ഓരോ യുവാവിൻ്റെയും ഹൃദയത്തിൽ എത്തിച്ചേരാൻ പോകുകയാണെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ഇന്ന് നമ്മൾ കാണുന്ന ഈ പ്രചാരണം വ്യക്തിക്കും കുടുംബത്തിനും സമൂഹത്തിനും വേണ്ടിയുള്ളതാണ്. എല്ലാത്തിനും ഉപരിയായി രാഷ്ട്രത്തിനും വേണ്ടിയുള്ളതാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ലഹരിമുക്ത യുവ എന്ന ഈ പ്രസ്ഥാനത്തിന്റെ പേര് തന്നെ അതിന്റെ ദൃഢനിശ്ചയം വ്യക്തമാക്കുന്നുവെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. രാഷ്ട്രം വികസിത ഭാരതമാകാൻ ലക്ഷ്യമിടുമ്പോൾ നമ്മുടെ യുവത്വം ശരീരത്തിലും മനസ്സിലും ആരോഗ്യമുള്ളവരും ആത്മവിശ്വാസം നിറഞ്ഞവരും മയക്കുമരുന്ന് എന്ന മാരകശീലത്തിൽ നിന്ന് എന്നും മുക്തരായിരിക്കേണ്ടത് അനിവാര്യമാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. जब कोई युवा अगर ड्रग्स के एडिक्शन में फंस जाए तो केवल एक युवा नहीं हारता, एक सपना हार जाता है. एक सपने का बाल मृत्यु हो जाती है. एक परिवार हार जाता है. पूरा का पूरा परिवार टूट जाता है. समाज से भी नफरत का शिकार बन जाता है. नशा केवल शरीर को नुकसान नहीं पहुंचाता, नशा एक मां की मुस्कान छीन लेता है. ഈ പ്രചാരണം ആ ലക്ഷ്യത്തോടെയാണെന്നും മോദി കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ വർഷം കാശിയിൽ നിന്ന് ഒരു പൈലറ്റ് പ്രോജക്റ്റായിട്ടാണ് ഈ പ്രചാരണം തുടങ്ങിയത്. എന്നാൽ ഇന്ന് കോടിക്കണക്കിന് ജനങ്ങളുടെ ക്ഷേമത്തിനായി 125-ലധികം ആത്മീയ സംഘടനകൾ ഇതിനൊപ്പം ചേർന്നിട്ടുണ്ട് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ജനം, ഡൽഹി.